ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരമാകുന്ന രഥത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമ്മൾ വളരെ പ്രശസ്തമായിരിക്കുന്ന കഠോപനിഷത്തിലെ ഒരു ചെറിയ ശ്ലോകം കേട്ടിട്ടുണ്ടായിരിക്കും. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിഞ്ച സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാംസ്തേശ്ച ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണഃ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു രൂപമാണ് ഈ ശരീര രഥകൽപ്പന എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ ശരീരമാകുന്ന രഥത്തെ ഓടിച്ച് പ്രവൃത്തി മാർഗത്തിൽ പോയി എന്തൊക്കെയോ നേടാം, ഇല്ലെങ്കിൽ നിവർത്തി മാർഗത്തിൽ പോയി പരമമായിരിക്കുന്ന മോക്ഷപദത്തിലേക്ക് ഉയരാം. രണ്ടിനും അധികാരമുള്ള ഏക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ രണ്ട് മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിലും അതിനൊരു ഉപാധി വേണം, അല്ലെ? അപ്പോൾ തന്നെ രഥിയായി മനസ്സിലാക്കണം. ഇപ്പൊ രഥി എന്ന് പറഞ്ഞാൽ എന്താ? രഥത്തിന്റെ സ്വാമി, രഥത്തിന്റെ ഉടമസ്ഥൻ, അത് താനാണെന്ന് മനസ്സിലാക്കണം. രഥം എന്നാല് വാഹനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്ക് എല്ലാ സ്വതന്ത്രമായിട്ടൊരു വാഹനമുണ്ട്. അപ്പൊ വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യാനായിട്ട് നമുക്കൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മീഡിയം. അപ്പൊ വാഹനം യാത്ര ചെയ്യാനാണ്. അപ്പൊ നമുക്കെല്ലാം ഒരു യാത്ര ഈ ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അതിനുള്ള വാഹനം നമ്മുടെ കൂടെ സദാ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ശരീരം രഥമേവതു. അപ്പൊ നമ്മുടെ യാത്ര പ്രവൃത്തി മാർഗത്തിലാണെങ്കിലും നിവർത്തി മാർഗമാണെങ്കിലും ഈ ശരീരമാകുന്ന വാഹനത്തിൽ വേണം നമ്മൾ സഞ്ചരിക്കാൻ. അപ്പൊ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരാൻ ഈ ശരീരമാകുന്ന ഉപാധി നമുക്ക് കൂടിയേ തീരൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ ആ സഞ്ചാരത്തെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ഉപാധിയായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണാവൂ. ഇതിൽ വേറെ ഒരു അഭിമാനവും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ വാഹനത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം ഈ വാഹനം നമുക്ക് തന്നിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ നേരിട്ട് തന്നതാണ് നമുക്കില്ലേ. ഇതിന് വേണ്ടത് കൊടുക്കണം, വേണ്ടാത്തത് കൊടുക്കരുത്. ഇതെല്ലാം നമ്മൾ അറിയണം. കാരണം ഈ വാഹനം എന്ന് പറയുന്നത് 5 കുതിരകൾ പൂട്ടിയ ഒരു രഥമാണ്. അത് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. അതില് വെള്ളം കൊടുക്കുന്നതിന് പകരം മദ്യം കൊടുത്താൽ അത് എങ്ങനെയാണ് ഇരിക്കുക? വളരെ ശ്രദ്ധിച്ചു വേണം ഈ വാഹനം ഓടിക്കാൻ. കാരണം ഇതിൽ ഞാനാണ് എന്ന് കരുതണ്ട. കാരണം എന്റെ വാഹനം പഴയതാകുമ്പോൾ അത് മാറ്റണമെന്ന് മാത്രം കരുതുക. ഈ വാഹനത്തിന്റെ പേരാണ് ശരീരം. ഈ ശരീരം ശീര്യത, ഇത് ശരീരം അപ്പൊ നശിച്ചു പോകുന്നത്. അപ്പൊ നശിക്കുന്നതിന് മുമ്പേ ലക്ഷ്യത്തിൽ എത്തണം, ഇല്ലേ? അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നശിക്കുന്നതെല്ലാം എന്താണ്? ക്ഷയിക്കും. അതിനു മുമ്പേ ലക്ഷ്യത്തിൽ കയറി പറ്റണം. എപ്പോഴാണ് ക്ഷയിക്കുന്നതെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നല്ല വണ്ടിയാണെന്ന് തോന്നും പുറമെ, പക്ഷെ അകത്തെ പല തകരാറുകൾ കൊണ്ട് ബ്രേക്ക് ഡൗൺ ആകാം. രോഗം, ജര, മരണം ഇതൊക്കെ തന്നെ വാഹനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തും. അപ്പോൾ അതിനു മുമ്പ് ഭർതൃഹരി ചോദിക്കുന്നു നമ്മൾ ഓരോരുത്തരോടും. കാരണം ഈ ശരീരം എത്ര കാലം സ്വസ്ഥമായിരിക്കുന്നുവോ നാളത്തെ കാര്യം അറിയില്ല. അപ്പോൾ ശരീരം സ്വസ്ഥമായിരിക്കുക, ജരകൾ ബാധിക്കുന്നതിന് മുമ്പ്, ഇന്ദ്രിയ ശക്തി നിലയ്ക്കുന്നതിന് മുമ്പ്, അതായത് കണ്ണ്, ചെവി, ശ്വാസം, നാവ് ഒക്കെ നന്നായിരിക്കുമ്പോൾ തന്നെ അറിയേണ്ടതിനെ അറിയുക. ആയുസ് ക്ഷയിക്കുന്നതിന് മുമ്പ് ആ ഒരു സ്വാർത്ഥമായി തന്റെ ആത്മശ്രേയസിന് വേണ്ടി ഒരു വിവേകിയെ പോലെ പ്രയത്നിക്കണം. നാളത്തേക്ക് നീട്ടിവെക്കരുത്. അഗ്നി വീടിനെ ഇരിക്കും പോലെ, ജലത്തിന് വേണ്ടി കിണറുകൾ കുഴിക്കുന്നത് പോലെ, അല്ലെ? കാരണം അഗ്നി കത്തുമ്പോഴല്ല നമ്മൾ കിണർ കുഴിക്കേണ്ടത്, അല്ലെ? അതുകൊണ്ട് ഈ വാഹനമാകുന്ന ശരീരം നശിക്കുന്നതിന് മുമ്പേ കയറി ഓടിച്ച് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കൊള്ളണം. ഈ ശരീരമാകുന്ന രഥത്തെ ഓടിക്കുന്നത് ബുദ്ധിയായിരിക്കണം. ബുദ്ധിംതു സാരഥിയും വിദ്ധിയും. എന്ത് ചെയ്യുന്നതും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. ഒന്നും ആലോചിക്കാതെ മനസ്സിന്റെ പ്രേരണ കൊണ്ട് ചെയ്യരുത്. ബുദ്ധി എന്നാൽ എന്താ? കാര്യകാരണ വിവേചന ബുദ്ധി എന്നർത്ഥം. നിശ്ചയാത്മിക ബുദ്ധി, അല്ലെ? നിത്യ അനിത്യ ബുദ്ധി. അപ്പൊ നമ്മൾ നിശ്ചയമായിട്ട് എന്താണെന്ന് അറിയുക. അതിനെയാണ് നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധി ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണിൽ ബന്ധിച്ചിട്ടാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കടിഞ്ഞാൺ എപ്പോഴും സാരഥിയുടെ കൈവശം തന്നെ ആയിരിക്കണം, ബുദ്ധിയുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നർത്ഥം. ആ മനസ്സ് ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം മനസ്സ് സദാ ഇന്ദ്രിയങ്ങളുടെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കും. അത് നല്ലതാണ്, ഇത് നല്ലതാണെന്നൊക്കെ നമ്മളെ മോഹിപ്പിക്കും. ബലാത് ആകൃഷ്യ മോഹായ, അല്ലെ? ദേവി മഹാത്മ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനി നാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാത് ആകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി. മഹാമായ ആണ് ഈ പതനത്തിന് കാരണം.
മനസ്സ് സങ്കല്പ വികല്പങ്ങളാണ്. അതുകൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചറിഞ്ഞേ പ്രവർത്തിക്കാവൂ. പ്രവൃത്തി വേണോ നിവൃത്തി വേണോ എന്ന് ബുദ്ധിയാകുന്ന സാരഥി തീരുമാനിക്കണം. കുതിരകൾക്ക് വണ്ടി വലിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ്? മേഞ്ഞു നടക്കുന്നതാണ് അല്ലേ? അപ്പൊ 5 കുതിരകൾ 5 വഴിക്ക് പോയാൽ സാരഥിയാകുന്ന ബുദ്ധി എന്താണ് ചെയ്യുക? അതിനെ നിയന്ത്രിക്കണം. കാരണം അതിനാണ് നമുക്ക് ബുദ്ധി. മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന പ്രത്യേക അനുഗ്രഹമാണ്. ഈ 5 കുതിരകളെ ഒരേ വഴിക്ക് നയിക്കണം. ഇല്ലെങ്കിൽ രഥം അപകടത്തിൽപ്പെട്ട് നശിച്ചു പോകും. വളരെ കാലം നിയന്ത്രിച്ച് പരിചിതമായ കുതിരകൾക്ക് മുഖപടം വയ്ക്കേണ്ട ആവശ്യം പോലുമില്ല. അല്ലാത്തവയ്ക്ക് കണ്ണുകളുടെ സൈഡിൽ നമ്മൾ മുഖപടം വച്ച് മറയ്ക്കാറുണ്ട് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. കാഴ്ചയിൽ പുൽമേടൊക്കെ കണ്ട് അങ്ങോട്ട് തിരിയാതെ. ഉദാഹരണത്തിന് ഒരു കൃഷിക്കാരൻ തന്റെ സാധനങ്ങൾ അടയ്ക്ക, തേങ്ങ തുടങ്ങിയവ വിൽക്കാനായിട്ട് ദൂരെ ചന്തയിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കൊടുത്ത് അവിടെ നിന്ന് അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങി മടങ്ങുമ്പോൾ സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങും. കാളകൾ ഒന്നും തെറ്റാതെ അദ്ദേഹത്തിന്റെ പടിക്കൽ എത്തുമ്പോൾ ഒന്ന് കുലുക്കി ഉണർത്തും. കാരണം എന്താ? അനേക വർഷത്തെ നിരന്തരമായ ശിക്ഷണത്തിലൂടെ നേടിയ അനുഭവ സമ്പത്താണിത്. അപ്പൊ നശ്വരമായ ഒന്നിലും ആകർഷിക്കപ്പെടാത്ത മനസ്സ് അതുണ്ടാകണമെങ്കിൽ ബുദ്ധിയെ നിയന്ത്രിച്ച് സ്വാധ്യായത്തിലൂടെ നിത്യമായതിനെ അറിഞ്ഞ് അവിടെ ഉറയ്ക്കണം. പിന്നെ മനസ്സിനെയോ ഇന്ദ്രിയങ്ങളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കുതിരകളെ അനുഭവങ്ങളാകുന്ന ചാട്ടവാറ് കൊണ്ടടിച്ച് നിയന്ത്രിച്ച് മനസ്സാകുന്ന കടിഞ്ഞാൻ ബുദ്ധിയുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം ഈ ശരീരമാകുന്ന രഥത്തെ സന്യാസത്തിലോ ഗാർഹസ്ഥ്യത്തിലോ ഒക്കെ നമ്മൾ നയിക്കാൻ. ഏത് മാർഗത്തിലും ധർമ്മനിഷ്ഠയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോയാൽ ശ്രേഷ്ഠമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു യാത്ര ചെയ്യുവാനുണ്ട്. ആ യാത്രയ്ക്കുള്ള വാഹനം തന്നാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അല്ലെ? ആ യാത്രയ്ക്കുള്ള വാഹനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ അത് കാലക്രമേണ നശിച്ചു പോകുന്നതാണ്. കുറച്ചു സമയത്തേക്ക് അത് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നശിക്കുന്നതിന് മുമ്പ് ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കണം. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഈ നിയമം ബാധകമാണ്. അതുകൊണ്ട് അത് എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഈശ്വരഹിതമാണിത്. അപ്പൊ ബുദ്ധിയാകുന്ന സാരഥി വേണം ഈ ശരീരത്തെ നയിക്കാൻ. ബുദ്ധി എന്നാല് കാര്യകാര്യ വിവേകം, നിത്യാനിത്യ വിവേകം എന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. എന്ത് ജീവിതത്തിൽ ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുന്നത് നിശ്ചയാത്മിക ബുദ്ധിയായിരിക്കണം. എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് പ്രവേശിച്ചില്ലെങ്കിൽ അത് നാളെ നമുക്ക് ദുഃഖത്തിനിടയായി തീരും. ആ ബുദ്ധിയാകുന്ന സാരഥിയുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കേണ്ട കടിഞ്ഞാണാണ് മനസ്സെന്ന് പറയുന്നത്. രണ്ടും അന്ധകരണങ്ങളിൽ വരുന്നതാണെങ്കിലും ബുദ്ധി നിശ്ചയാത്മികമാണ്. മനസ്സ് സങ്കല്പ വികല്പങ്ങളാണ്. അപ്പൊ മനസ്സാണ് നേരിട്ട് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഏത് ഇന്ദ്രിയത്തെ ബാധിച്ചാലും മനസ്സാണ് ആദ്യം സ്പന്ദിക്കുന്നത്. അപ്പൊ മനസ്സിലൂടെ അത് ബുദ്ധിയിലെത്തും. ബുദ്ധി വേണം ഒരു സാധകന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. എപ്പോൾ ബുദ്ധിയിൽ നിന്ന് മനസ്സ് അകലുന്നുവോ അപ്പോൾ മനസ്സ് നമ്മളെ എവിടെയോ കൊണ്ടെത്തിക്കും. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇതിനെ അറിയണം. കാരണം ബുദ്ധി വൈചാരികമാണെങ്കിൽ മനസ്സ് വൈകാരികമാണ്. രണ്ടിന്റെയും പക്വത നമുക്ക് വേണം. കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങളാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയെല്ലാം തന്നെ ചെവി. ഇവയെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ കുതിരകൾ എന്ന് പറയുന്നത്. നമ്മളെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാകുന്നതിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇവരാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ എപ്പോഴും മനസ്സുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ചെവി കൊണ്ട് ശബ്ദം മാത്രവും കണ്ണുകൊണ്ട് ദൃശ്യം മാത്രവുമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലെ? അത് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സാണ്. പിന്നെ അത് ബുദ്ധിയിലെത്തുന്നു. ഇപ്പൊ കുതിരകൾക്ക് വണ്ടി വലിക്കുന്നതിനേക്കാളും സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിക്കാരൻ അതിന്റെ മുഖപടം കെട്ടും. തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാലേ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കൂ. ഒരു സാധകന് തന്റെ ഇന്ദ്രിയങ്ങളെ നന്നായി നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നമ്മളെ വിഷയങ്ങളാകുന്ന ആ ഒരു വഴിയിലേക്ക് എന്താ പറയാ കടക്കോൽ കൊണ്ട് കടയുന്ന പോലെ നമ്മളെ കടയും. കാരണം രാഗദ്വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിന്. കണ്ണ് രൂപത്തിന്റെ പിന്നെ, ചെവി ശബ്ദത്തിന് പുറകെ, മൂക്ക് മണത്തിന് പുറകെ, ത്വക്ക് സ്പർശത്തിന് പുറകെ, നാവ് രുചിക്ക് പിന്നാലെയും പോകും. ഇത് സമഗ്രമായ ഒരു ജീവിത ദർശനമാണ്. കാരണം ഭോക്താവ് എന്ന് അനുഭവിക്കുന്നവൻ ഇന്ദ്രിയ മനോബുദ്ധികളോട് കൂടിയ ആത്മാവാണ്. ആത്മാവ് കേവലനായിരിക്കുമ്പോൾ ഈ മനസ്സ്, ബുദ്ധി ഇന്ദ്രിയങ്ങളോട് ചേർന്നിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോഴാണ് ജീവന് കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ട്. ഇത് എന്താ പറയാ ഞാൻ എന്ന് പറയുന്ന ശരീരബോധത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഈ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെല്ലാം വരുന്നത്. അപ്പോ ബുദ്ധി ഇന്ദ്രിയങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് എന്താണ്?
ഇങ്ങനെ ഒരു നമ്മളാണ് ചെയ്യുന്നത്, ഞാനാണ് കർത്താവ് എന്നൊരു തോന്നലുണ്ടാവുന്നു. എപ്പോഴാണോ ശരീര മനോബുദ്ധികളോട് താതാത്മ്യപ്പെടുന്നത്, അപ്പോഴാണ് നമുക്ക് ഭോക്താവാണോ എന്ന് തോന്നുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വിട്ടു നിന്നാല് നമ്മുടെ ശരീര മനസ്സ് ബുദ്ധി അഹങ്കാരം എല്ലാം തന്നെ ഇത് വേറെയാണ്. ആത്മാവെന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന സാക്ഷിഭാവമാണെന്ന് മനസ്സിലാക്കിയാല് ഈ സത്യത്തെ അറിയുന്നു. അപ്പോഴാണ് നമുക്ക് ഭോക്തൃത്വ ഭാവം ഇല്ലാതായിട്ട് തീരുന്നത്. അപ്പൊ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമായിരിക്കുന്ന സാക്ഷാൽ ആ ഒരു സത്യവസ്തുവാണ് ഈശ്വരൻ എന്നുള്ള ആ സത്യത്തെ നമ്മൾ ഉണരുന്നത്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ചിന്തയുണ്ട്. സുഷുപ്തിയിൽ സുഖമുണ്ട്, ഭോക്തൃത്വമില്ല. ഈ അവസ്ഥാത്രയങ്ങളെ അറിയണം. ഒരു കാര്യം അറിഞ്ഞോ, ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മൾ ആത്മാവ് കേവലമായിരിക്കുമ്പോൾ നമ്മൾ ഭോക്താവല്ല. ഉപാധികൾക്കാണ് ഇതുള്ളത്. അപ്പൊ ഉപാധികൾ ഇല്ലാത്ത ഞാൻ ആരാണ്? സുഖ ദുഃഖാദി ദ്വന്ദ്വങ്ങൾ ഇല്ലാത്ത ശുദ്ധ ബോധ സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനാണ് എന്ന് തിരിച്ചറിയും. ഈ സമഗ്ര ജീവിത വീക്ഷണത്തെ അറിഞ്ഞ് വേണം നമ്മൾ ഉപാസകൻ സാധനയില് മുമ്പോട്ട് പോകാൻ. അപ്പോൾ അന്ധമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും അവിദ്യയും ആവരണങ്ങളും ആ ഒരു ഗ്രന്ഥി കെട്ടുകളും ഒക്കെ വിട്ട് നമ്മൾ ശിവോഹം എന്ന് പറയുന്ന സ്വതന്ത്ര പദത്തിലേക്ക് എത്തിച്ചേരും. അഹം ശിവ ശിവോഹം ശിവോഹം സർവം ശിവാർപ്പണമസ്തു.